ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പൊരിയപ്പാണ് കേട്ടോ. ആ പൊരിയപ്പത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടാ. പൊരിയപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 അച്ച് വെല്ലം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഏകദേശം 1.25 കിലോ വരെ വെല്ലമുണ്ട്. അപ്പോൾ അതിനെ പൊടിയാക്കിയതിന് ശേഷം ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫുള്ളൊന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അത് മെൽറ്റായി വരുന്ന ടൈം കൊണ്ട് ഞാൻ 4 തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. 4 തേങ്ങ നല്ല പാൽ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിന് ആവശ്യമായിട്ടുള്ളത് പൊരിയാണ്. പൊരിയും കൂടി ഞാൻ നല്ല പാല വറുത്തിട്ട് പൊടിച്ചിട്ടും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് വന്നു വെച്ചെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു നല്ലൊരു ബിസിനസ്സും കൂടി ആയി എന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാം. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബിസിനസ്സും കൂടിയാണ് കേട്ടോ. വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ടൈം കളയണ്ട. ഇനി ഈ മഴക്കാലത്തൊക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ നല്ല പാങ്ങാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അതിന് ഏകദേശം എൻ്റെ വെല്ലം ഇതുപോലെ, വെല്ലം മീൻസ് ശർക്കര കേട്ടോ, നമ്മൾ കാസർഗോഡ് വെല്ലം എന്നാണ് ഇതിനെ പറയാറ്. പിന്നെ വറുത്ത പൊരി കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കലാണ്. അതിൻ്റെ മിക്സിയിൽ നല്ലോണം നൈസായിട്ട് പൊടിക്കണ്ട, ക്രഷ് ആക്കിയിട്ട് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി പൊടിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊരിയെല്ലാം കുറച്ചാക്കിയിട്ട് പൊടിച്ചിട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്ന കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ ശർക്കര മെൽറ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റിന് ആവശ്യമായിട്ടുള്ളത് അതിന് നല്ലൊരു അരപ്പ വെച്ചിട്ട് അരച്ചെടുക്കട്ടെ. കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ല് കടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരപ്പ വെച്ചിട്ട് നല്ല പാലൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം വീണ്ടും ഇതിനെ സെയിം ചട്ടിയിലേക്ക് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല പാങ്ങൾ സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ കറക്റ്റായിട്ടുള്ളൊരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സെയിൽ ചെയ്യട്ടെ. കാരണം നല്ലൊരു ലാഭമുള്ള ബിസിനസ്സും കൂടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീട്ടിലിനി സ്കൂളിലെ കുട്ടികളൊക്കെ അയച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പാക്കൊക്കെ ചെയ്തിട്ട് ഷോപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ലാഭമാണ് കേട്ടോ. വീട്ടിൽ തേങ്ങക്ക് ആവശ്യത്തിനുള്ള സാധനമൊക്കെ എല്ലാം വീട്ടിലില്ലാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തെങ്കിൽ നല്ലൊരു ലാഭം കൂടി ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ അത്യാവശ്യം കുറച്ച് കല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം അരിച്ചിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ തേങ്ങയൊക്കെ ചിരകി വെച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പാൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. കാരണം ഇത് നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഇല്ല. സാധാരണ ചട്ടിയാണെങ്കിൽ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. നല്ല പാങ്ങല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ കുറച്ച് സമയം, ചെറിയൊരു 5-10 മിനിറ്റ് വരെ ഇത് നല്ല പാങ്ങല വേകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ജീരകം കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ജീരകം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറേ പേര് ഇങ്ങനെ ഏലക്കി പിന്നെ എള്ള് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഇതിലേക്ക് ജീരകം മാത്രമാണ്, സാധാരണ ജീരകം മാത്രമാണ് ഇട്ട് കൊടുക്കൽ. നല്ല പാങ്ങല ഇതുപോലെ കയ്യിലിട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിതുപോലത്തെ കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടായിരുന്നു. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് കുറേ വീഡിയോസ് ഇട്ടാണ് കേട്ടോ. കാരണം സ്ത്രീകൾ വെറുതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാക്കാം. ഞാൻ കുറേ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കൂടുതലും ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാതെന്ന് വെച്ചെങ്കിൽ നമ്മൾ സെയിം വീഡിയോ തന്നെ കൂടുതൽ ഇടാമെന്ന് വെച്ചിട്ടാണ് ഇട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വീണ്ടും ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടും കൂടി നിങ്ങളൊന്ന് കാണാം. അപ്പോൾ അതുപോലെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിലൊക്കെ കൊടുത്താൽ മതി. നല്ല ആവശ്യം നല്ല ലാഭമാണ് കേട്ടോ. കാരണം തേങ്ങയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ബാണ്ടി വരുന്നുള്ളത് ശർക്കരയാണ്, പിന്നെ പൊരിയാണ് കേട്ടോ. വേറൊന്നും ഇതിന് ആവശ്യമായിട്ട് വരുന്നില്ല. വീട്ടിലുള്ള സാധനം വെച്ചിട്ട് മാത്രം നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടാക്കാം. അപ്പം എൻ്റെ ഏകദേശം തേങ്ങ 3/4 ഭാഗം വേവാറായിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ പൊരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പൊരി അധികം വേവേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് വെന്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ സ്റ്റൗവിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കൽ. പിന്നെ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ കുറച്ച് ഇട്ടിട്ട് നല്ല പാലിളക്കി കൊടുക്കട്ടെ. കാരണം കട്ട പിടിക്കാതിരിക്കാനും എല്ലായിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ ചൂടോട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ചൂടാറിക്കഴിഞ്ഞെങ്കിൽ ഇതുപോലെ നമുക്ക് മിക്സായി കിട്ടിയില്ല. ഇപ്പോൾ ഏകദേശം നല്ല ജസ്റ്റ് ഒന്ന് ക്രഷായിട്ടും നൈസായിട്ടും 2 തരത്തിൽ പൊടിച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെ ആയിട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടെ. കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഇത് എണ്ണയിൽ മുക്കി പൊരിക്കാതെയും തിന്നാൻ നല്ല രസമുണ്ട് കേട്ടോ. എത്ര ഒരു 2-3 ആഴ്ച ഇങ്ങനെ വെറുതെ വെച്ചാലും ഒന്നും കേടൊന്നും വരില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എണ്ണയിൽ പൊരിക്കുകയാണെങ്കിലും ഒരു കേട് വരാതിരിക്കട്ടെ. കാരണം തേങ്ങയൊക്കെ നല്ല പാല് വെന്തിട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കേടുപാടും കൂടി വരില്ല കേട്ടോ.
ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ ഏകദേശം കുറച്ചായിട്ടുണ്ട് കേട്ടോ ബോൾസ് ആക്കിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇനി പെരുന്നാളിൻ്റെ സീസണാണ് വരുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടിട്ടുള്ളത്. നമ്മളെ കാസർഗോഡ് മെയിനായിട്ടുള്ള ഒരു പെരുന്നാളിൻ്റെ അപ്പം കൂടിയാണ് പൊരിയപ്പം. അതാണ് കേട്ടോ ഇത്. പൊരിയപ്പം, ബാട്ടത്തിൽ, സെറോട്ട, കൊട്ടയപ്പം, കടലയപ്പം, അങ്ങനെ കുറേ മെയിനായിട്ടുള്ള ഐറ്റം ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ പൊരിയപ്പം. കാസർഗോട്ടാൾ പൊരിയപ്പം ഉണ്ടാക്കാതെ ഒരു പെരുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരപ്പം കൂടിയാണ്. എൻ്റെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റൗവിൽ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ നല്ല ചൂടായിട്ട് വന്നതിന് ശേഷം ഇത് പച്ചരിയിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചരി ഇപ്പോൾ കുതിർത്തിട്ട് നല്ല നൈസായിട്ട് കുറച്ച് ഉപ്പും ഒരു മുട്ടയും കൂട്ടിയിട്ട് നല്ല പാങ്ങല നൈസായിട്ട് അരച്ചെടുത്തതിന് ശേഷം ആ പുട്ടിൽ ഇതും ഈ നമ്മൾ ബോൾസ് മുക്കിയിട്ടാണ് കേട്ടോ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നേ ഇട്ടിട്ട് നല്ല പാങ്ങല പൊരിച്ചിട്ടെടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു പകുതി വരെ ആയിട്ടുണ്ട്. 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ എൻ്റെ ഈ പൊരിയപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പാത്രത്തിൽ ഏകദേശം ഞാൻ മുക്കി പൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ജീരകം കൂടി ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അങ്ങനെ 5-10 ബോൾസ് വരെ എല്ലാം നമുക്ക് ഒന്നിച്ചിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കട്ടെ. എണ്ണയിൽ മുങ്ങിപ്പൊരിയണം. മുങ്ങിപ്പൊരിഞ്ഞാൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാം ഒരുപോലെ ആയിട്ട് കിട്ടട്ടെ. അപ്പോൾ ചെറിയൊരു കുഞ്ഞു ചട്ടിയിലാണ് ഇത് ഞാൻ പൊരിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സെയിൽ ചെയ്യാം. പൊരിയപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ക്രിസ്പി ആയിട്ടുള്ള അപ്പം കൂടിയാണ്. അപ്പോൾ കുറേ എത്ര മാസം വരെ വെക്കാൻ വെച്ചാൽ ഒരു 3-4 മാസം വരെ ഇത് കേട് കൂടാതെ വെക്കട്ടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു അപ്പം കൂടിയാണ്. അപ്പോൾ നമ്മുടെ പെരുന്നാൾക്ക് ചുടാൻ മടിയുള്ളവർ ഇതുപോലെ ചുട്ടാൽ മതി കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പൊരിയപ്പം ചുട്ടെടുക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബൈ.